അങ്ങനെ പോകുമ്പോഴാണ് ഈശോ പറഞ്ഞത്, അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്യേണ്ടിയിരുന്നതല്ലേ എന്ന് പ്രവാചകന്മാരിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, സങ്കീർത്തനങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഈശോ വ്യാഖ്യാനിച്ചു കൊടുത്തു, വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഹോദരങ്ങൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. പക്ഷെ എമ്മാവൂസ് ഗ്രാമത്തിലെത്തിയപ്പോ ഈശോ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ പോകൂ. ഈശോയെ വിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഒന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. അവിടെ വന്ന് ഇരുന്നപ്പോൾ അവിടെ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൃതജ്ഞത സ്തോത്രം ചെയ്ത് കുർബാനയല്ലേ, ഈശോ അപ്പം മുറിച്ച് കൊടുത്ത് ശുശ്രൂഷ ചെയ്തു. എന്താ ചെയ്തത്? അപ്പം മുറിക്കൽ ശുശ്രൂഷ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ഈശോ തന്നെ ചെയ്തു. ഇത് കൊടുത്ത നിമിഷത്തിൽ അവർക്ക് ഉൾക്കാഴ്ച കിട്ടി. കണ്ണു തുറന്നു. അവർ നോക്കിയപ്പോൾ ഈശോയെ കാണാനില്ല. ഈശോ ഇതാ അപ്പത്തിലുണ്ട്, ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവിടുന്ന് പറഞ്ഞില്ലേ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവരുടെ ഉള്ളിലേക്ക് കടന്നു. ഈശോ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? നമ്മൾക്ക് ഹൃദയത്തിലാണെന്ന് പറയും. ഞാൻ പറയും ഹൃദയത്തിലല്ല, നമ്മുടെ ഓരോ നാഡീ നരമ്പിലും, രക്തത്തിലും, അസ്ഥിമജ്ജയിലും, കോശങ്ങളിലും, ഓരോ ശരീരത്തിന്റെ ഈശോ ഇല്ലാത്ത ഒരു ഭാഗവും നമ്മുടെ ശരീരത്തിൽ കാണുക. എന്നാൽ ഒരു അപ്പകഷ്ണമായതുകൊണ്ട് രക്തത്തിൽ കൂടെ അത് അലിഞ്ഞ് എല്ലായിടത്തും ചെല്ലും. അവിടുന്ന് നശിക്കുമോ? ഒരപ്പകഷ്ണം ഈശോയുടെ രക്തമാണെന്ന് വിശ്വസിക്കുന്നവൻ ശരീരവും രക്തവും വീഞ്ഞും അപ്പവും കൂടെ കൂട്ടിയോജിപ്പ് പരിശുദ്ധാത്മാവാൽ നിറച്ചു കഴിയുമ്പോൾ ഈശോയായി രൂപാന്തരം, ഉയർത്തെഴുന്നേറ്റ ഈശോയായി മാറുകയാണ്. അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ആ ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോ നമ്മുടെ രക്തത്തിലും അസ്ഥിയിലും മജ്ജയിലും കോശങ്ങളിലും രക്തധമനികളിലും അത് നിറഞ്ഞു വಸಿ. ഹാർട്ടിലും ലങ്സിലും ലിവറിലും. എന്റെ പ്രാർത്ഥനയുടെ ഭാഗം, കർത്താവേ എഴുന്നള്ളി വന്ന കർത്താവേ, എന്റെ ഹാർട്ടിലും ലങ്സിലും ലിവറിലും കിഡ്നിയിലും പാങ്ക്രിയാസിലും ഇന്ദ്രിയങ്ങളിലും കോശങ്ങളിലും രക്തത്തിലും രക്തധമനികളിലും നിറഞ്ഞു വസിക്കണമേ ഓരോ നിമിഷവും. അവനാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. ഈ ബോധ്യമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ശിഷ്യന്മാര് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ആ കൂട്ടുകാരനെ കാണാനില്ല. ഈശോ അപ്രത്യക്ഷനായി. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിന് എവിടെ വേണേലും പോകാം, എങ്ങനെയും സഞ്ചരിക്കാം. വിശ്വാസ സത്യമാണ്. വിശ്വസിക്കണം സഹോദരങ്ങളെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശ്രീകന്മാരും അമ്മയും കൂടെ സെവിയോൻ മുഷ്ടിശാലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ സംഭവിച്ചത്? കഥകൾ അടയ്ക്കപ്പെട്ടിരുന്നു. അവൻ അവിടെ ചെന്നു. അപ്പൊ തോമാശ്ലീഹയില്ല. പിന്നെ തോമാശ്ലീഹയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ വന്നില്ലേ, മുറിവ് കാണിച്ചു, ഇട്ടോളാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ഈ സഹോദരങ്ങൾ നിരാശ പോയി, വേദന പോയി, പ്രത്യാശ കൊണ്ട് നിറഞ്ഞു. കർത്താവിൽ നിന്ന് ജീവിക്കുന്ന വലിയ സത്യവും ഹൃദയത്തിൽ പേറിക്കൊണ്ട് മുഴുവൻ പ്രത്യാശയും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പോവുക. എമ്മാവൂസ് ഇന്ന് എങ്ങോട്ടാ പോയത്? ജെറുസലേമിൽ പരിശുദ്ധ അമ്മയും 12 സ്ലീഹന്മാരും, 12 11 ഉള്ളൂ അന്ന്, ആ സ്ലീഹന്മാരോടൊപ്പം പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മയോട് അങ്ങനെ 12 പേര് അവരോടൊപ്പം വന്ന് ചേർന്നു. അവിടെ ചെന്ന് പറഞ്ഞപ്പോ അവരും ഇതേപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് സ്ലീഹായൊക്കെ വന്നു, അവരും വന്നു അല്ലേ. ആ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോ അവരെല്ലാം ഒരൊറ്റ സ്നേഹ സമൂഹമായി തീർന്നു. ഇതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ ആ ശിഷ്യന്മാര് പറയാ, അവൻ വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കും. അത് വഴിയോരത്ത് കിട്ടും. പക്ഷേ ഈ കൂട്ടായ്മ അവർക്ക് ഉണ്ടാവില്ല. അതാണ് ഇന്ന് സഭയിലെ ഒത്തിരി പേർക്ക് പറ്റിയിരിക്കുന്നത്. അവര് ചിലരുടെയൊക്കെ കുറ്റം കണ്ടുകൊണ്ട് തോന്നിയ പോലെ സഭകൾ ഉണ്ടാക്കുക. സഭയ്ക്ക് ചില ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്. ലിറ്റററി, സ്പിരിച്വാലിറ്റി, തിയോളജി, ഡിസിപ്ലിൻ, LTSD എന്ന് പറയും. പണ്ട് പഠിച്ച കാലത്ത് ഞാൻ കാണാതെ പഠിച്ചു വെച്ചിരുന്ന ഇതൊക്കെ ഉള്ളതാണ് സഭ. ചുമ്മാ വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ സഭയാവില്ല. വചനം കേൾക്കുന്നവന്റെ ഹൃദയം ജ്വലിക്കുമെങ്കിലും അവൻ ആത്യന്തികമായി നമ്മളെ കർത്താവ് പഠിപ്പിച്ച ആ ചൈതന്യത്തിലേക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു, പുറപ്പാട് പുസ്തകവും 3-ാം അധ്യായം ഒക്കെ നോക്കിയാൽ കാണാം, ഒരു ജനത്തെയാണ് ദൈവം വിളിച്ചുകൊണ്ടുപോയത്. ആ ജനത്തെ വിശുദ്ധീകരിച്ച് കാനാൻ ദേശം എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും കാണാനിരിക്കുന്ന സ്വർഗഭാഗ്യമാണ്.
അന്നൊരു പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നമ്മെ സംബന്ധിച്ചിടത്തോളം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധയമ്മയും വിശുദ്ധരും എത്തിക്കുന്ന സ്വർഗഭാഗ്യമാണ്. അത് ഈ ലോകത്തിൽ തന്നെ അത് അനുഭവിക്കാൻ പറ്റും. അതിനുവേണ്ടി ആ ദൈവവചനം പഠിക്കുകയും അത്യധികമായി കർത്താവ് തന്റെ സഭയിലൂടെ നൽകുന്ന പ്രബോധനങ്ങൾ ആഴമായ ബോധ്യത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ കുർബാന വചനം സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഈ ബോധ്യം കടന്നു വരണം. ഞാൻ എൻ്റെ കൂട്ടായ്മയിലേക്ക്. എഫേസ്യസ് ലേഖനം 2:19 പൗലോസ് ഈ ബോധ്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്ലീഹന്മാരും പ്രവാചകന്മാരുമായ അടിത്തറമേലാണ് നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ഈശോ മിശിഹ. അപ്പൊ ആ സ്നേഹത്തിന്റെ കൂട്ടായ്മ എവിടെ തുടങ്ങിയിരിക്കുന്നത്? സ്ലീഹന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. നിങ്ങൾ ഇനിമേൽ അന്യരോ പരദേശികളുള്ള വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്? കൊളോസസ് 3:12 എടുത്തു വായിച്ചോ ഒരാള്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ മക്കളും. നമ്മളെ പറ്റി പറയുന്ന കാര്യമാ. ദൈവം തെരഞ്ഞെടുത്തവര് നിർത്തി ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ കാരുണ്യം, ദയ, വിനയം, എന്തോ സൗമ്യത, ക്ഷമ, കണ്ടോ നമുക്ക് വേണ്ട ഗുണങ്ങളാ എന്നിവ നമുക്കുണ്ടായിരിക്കണം. ആർക്കെങ്കിലും ആരോടെങ്കിലും വിരോധമുണ്ടായാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? പിന്നത്തെ വചനം. ആരോടെങ്കിലും വിരോധമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് ആ സഹിഷ്ണുതയോടെ നിങ്ങളുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിക്കണം. അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? നോക്ക്. വീണ്ടും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവര് നമ്മളാണ് കേട്ടോ. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ മക്കളും പരിശുദ്ധരും എന്ന നിലയിൽ നമ്മളെ പറ്റി പറയുന്നതാ ദൈവവചനം. ദൈവം തെരഞ്ഞെടുത്ത പൊന്നോമന മക്കൾ പരിശുദ്ധരാണ്. പരിശുദ്ധാത്മാവിലാ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ. വീണ്ടും വായിച്ചു. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പരസ്പരം ക്ഷമിക്കണം, കരുണ കാണിക്കണം. ആ വ്യക്തിയെ എനിക്ക് നേടിയെടുക്കണം. അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനലുകൾ കൂന കൂട്ടും. ഒരാൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചാൽ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമയുടെ മൂർത്തി ഭാവമായി കുരിശിക്കിടന്നുകൊണ്ട് ക്ഷമിച്ചെന്റെ മുമ്പിൽ അവനോട് പറയണം, എനിക്ക് അവനെ വേണം. നീ നേടിയ നിന്റെ പ്രിയപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു കുരിശോ വേദനയോ ആരെങ്കിലും തരുന്നെങ്കിൽ ഇതിന്റെ അർത്ഥം, സഹോദര സഹോദരി, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഉപവസിക്കണം. നീ കർത്താവിനോടൊക്കെ ഉപവസിക്കണം. കർത്താവ് ചെയ്ത പ്രവൃത്തി ചെയ്യണമെന്നാ. കർത്താവിനോട് ചേർന്ന് നിന്ന് ആ വ്യക്തിയെ നേടിയെടുക്കണം. അതാ ഉപവാസവും പ്രാർത്ഥനയും. പ്രാർത്ഥനയിൽ അവിടുത്തെ സ്വരം ശ്രവിക്കുകയും അവനോട് കാര്യം പറയുകയും ചെയ്യണം. അവനോട് ചോദിക്കു വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അവനോട് കടപ്പാടുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ കടമ എന്താണ്? ആ വ്യക്തിയെ എന്റെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് ഇന്നതാ കടത്തിവിട്ടിരിക്കുന്നു. എന്നെ ചീത്ത പറഞ്ഞു, എനിക്ക് പൈസ മേടിച്ചിട്ട് തന്നില്ല, അങ്ങനെ പലതരത്തിൽ എനിക്ക് ദ്രോഹം ചെയ്യുന്ന ആ വ്യക്തിയെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അവന് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷകനാഥമായ ഈശോയുടെ ഒപ്പം വസിക്കുക, ഈശോയോടൊപ്പം സ്നേഹിക്കുക. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനം പാലിക്കുക എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നോമന മക്കളാ. ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി
തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ഈ ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുതെന്ന് എന്റെ പിതാവായ ദൈവം, നമ്മുടെ പിതാവായ ദൈവം 1 തിമോത്തി 2:4 എഴുതിയിട്ടുണ്ട്. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മോട് വലിയ ദീർഘക്ഷമ കാണിക്കുകയാണ്. കൂടുതൽ ആവർത്തിച്ച് വചനങ്ങൾ ഉരുവിടുമ്പോ ദൈവാത്മാവ് നമ്മളെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ ശക്തി കൊണ്ട് നിറയും. നമ്മുടെ പാപ സാഹചര്യങ്ങൾ നമ്മളെ വിട്ടുപോകും. ആരെയും കുറ്റം പറയുന്നത് പോലും നമുക്ക് വേദനിക്കും. മറ്റുള്ളവരുടെ കുറ്റം കാണുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ കർത്താവിൽ നിന്ന് നീ ശിക്ഷാപതിയാണ് ഏറ്റുവാങ്ങുന്നത്. കൊരിന്ത്യക്കാർക്ക് 1 ലേഖനം 11 അധ്യായത്തിൽ പൗലോസിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട. കാരണം എല്ലാ വ്യക്തി ജീവിതങ്ങളും നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആ വ്യക്തി നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ ലോകത്തെ ഓരോ വ്യക്തികളെ ഈ കൂട്ടായ്മയിലേക്ക് ചേർക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആണായാലും പെണ്ണായാലും പരമമായ ലക്ഷ്യം. ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു പക്ഷേ ജീവിത പങ്കാളിയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളി ഭാര്യ അല്ലെങ്കിൽ നിന്റെ മകനോ മകളോ രക്ഷ പ്രാപിക്കണോ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കാൻ നിന്നെ തന്നെ ഒരു ഉപകരണമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിത പങ്കാളികൾ സ്വർഗത്തിൽ ദൈവത്തിനു മുമ്പിൽ വിലയുള്ളവരായി നിർത്തണമെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി ബലിയായി തീരാമെന്ന് അവനോട് ഏറ്റുപറയണം. അങ്ങനെ അവനെ രക്ഷിക്കണം, സാധിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ഉപകരണമാകണം. അല്ലാതെ ചണ്ട കൂടി നശിപ്പിക്കാനുള്ളതല്ല കുടുംബ ജീവിതം. ചേർന്ന് ഇണയെ കൊടുത്തെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതിലർത്ഥമുണ്ട്. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കാത്തതായിരിക്കും ദൈവം എനിക്ക് തന്നത്. കുടിച്ചു കൂത്താടി നടക്കുന്ന കെട്ടിയവനെ തന്ന പലരെ എനിക്കറിയാം. ഭർത്താക്കന്മാരെ കുടിച്ചു കൂത്താടി നടന്ന പല കെട്ടിയവന്മാരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആ ഭാര്യമാർക്ക് കഴിഞ്ഞ അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അന്നു മുതൽ കണ്ണീരോട് കർത്താവെ നീ തന്ന പ്രിയപ്പെട്ടവനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവന് വേണ്ടി ഞാൻ സഹിച്ചു കൊള്ളാം. കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് സഹിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ ഒരു സുപ്രഭാതത്തിൽ കർത്താവ് അവനെ പ്രവർത്തിക്കും, മാനസാന്തരത്തിന് കൃപ കൊടുക്കും. വഴക്കും ചണ്ടയുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഒരു കാലത്തും വരത്തില്ല. ഇതുപോലെ പ്രാർത്ഥനാ മീറ്റിംഗിലും കുടുംബ കൂട്ടായ്മകളിലും വചന ശുശ്രൂഷ മേഖലകളിലും ദേവാലയത്തെ ബലിയർപ്പണത്തിലും ഭാര്യയും ഭർത്താവും മക്കളുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകണം. മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർ തനിയെ പൊക്കോളും. അതുവരെ മാതാപിതാക്കളുടെ കൂടെ കൊണ്ടുപോയി ബലിയർപ്പിക്കണം. ഇത് കൂട്ടായ്മയുടെ പ്രവൃത്തിയാണ്. അപ്പൊ ബലിയർപ്പിക്കുമ്പോ ഞാൻ മുമ്പേ പറഞ്ഞ ദൈവത്തിന്റെ വചനം കിട്ടും, ഹൃദയം ജ്വലിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഓരോ രക്തത്തിലെ ഓരോ ധമനികളിലും രക്തത്തുള്ളികളിൽ നിറഞ്ഞു വസിക്കുമ്പോ സ്നേഹത്തിന്റെ ഉപകരണങ്ങളായി ദൈവം നമ്മെ മാറ്റും. അതിനാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അല്ലാതെ അപ്പം സ്വീകരിച്ച് പൊടിയും തട്ടി സ്ഥലം വിട്ടാൽ ദൈവവചനം നമ്മൾ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. വിളവധികം വേലക്കാരി ചുരുക്കം. അതുകൊണ്ട് വിളവിന്റെ നാഥനോട് നിന്നെ തന്നെ വിളവിന്റെ നാഥനെ വിട്ടുകൊടുക്കണം. ഞാൻ എന്നെ തന്നെ കർത്താവെ ഏൽപ്പിച്ചു തരുന്നു. എന്റെ കൊച്ചു ജീവിതത്തെ അവിടുന്ന് അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കണമേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഒരിക്കലും പരിശുദ്ധ നമ്മുടെ പെരുന്തോട്ടം പിതാവ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: നമ്മളെയോ നമ്മുടെ പിതാവായ ദൈവത്തെയോ രക്ഷകനായ ഈശോയെ അറിയാത്തത് കൊണ്ടാണ് പലരും സഭയെ പീഡിപ്പിക്കുകയും ഒത്തിരി പേരെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നു. അവരെന്നെയോ പിതാവിനെ അറിയുന്നില്ല. ഈശോ പറഞ്ഞതാ, ഈശോ പറഞ്ഞ കാര്യമാ. അപ്പൊ എന്താ ചെയ്യണം? അപ്പൊ അങ്ങനത്തെ ഉള്ള ആരൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കി വെച്ച വലിയ വീട് അല്ലെങ്കിൽ നമ്മുടെ സൽപ്പേര് നശിപ്പിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൈലോക്കത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ വ്യക്തി മൗനമായിട്ട് നമ്മോട് പറയുക, സഹോദര സഹോദരി, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതായിരിക്കണം ഒരു ക്രൈസ്തവന്റെ, ഈശോയുടെ സഹോദരന്റെ സഹോദരിയുടെ മനോഭാവം. നമുക്ക് കുരിശും കൊണ്ടുവരുന്നവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഈശോ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഈശോയാണ് നമ്മുടെ മാതൃക. നമ്മുടെ ശുശ്രൂഷകരായ നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം. പക്ഷേ നമ്മുടെ മുഖം ഈശോയുടെ മുഖത്താണ്.
ഈശോയെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ പൂജിക്കുമ്പോൾ ഈ ശുശ്രൂഷകരായ മാർപ്പാപ്പ മുതൽ മെത്രാന്മാരും വൈദികരും ഈ സമർപ്പിതരായ അമ്മമാരും ഞങ്ങളെപ്പോലെ വചനം പറയുന്നവരും നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടവരായിട്ട് സ്നേഹിക്കാൻ പറ്റും. ആരെയും തള്ളിക്കളയാൻ നമുക്കില്ല. കുരുമുളക് പേറ്റുമ്പോൾ കുറെ പൊടി വരും, അത് തള്ളിക്കളയാം. അതുപോലെ തള്ളിക്കളയാൻ നമ്മുടെ ഈ ലോകത്ത് മനുഷ്യരിലില്ല. ഫ്രാൻസിസ് അസീസി നടന്നു പോകുമ്പോ അയാൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാ കുഷ്ഠരോഗി. കുഷ്ഠരോഗിയെ കണ്ടാൽ അറപ്പാണ്. പുള്ളി കുതിരപ്പുറത്തങ്ങ് പോയി. പിന്നെ ഓർത്തത് തിരിച്ചു വന്നു. അദ്ദേഹത്തിന് കുറച്ച് പൈസ എല്ലാം കൊടുത്തേച്ച് 10 ചൂട് അങ്ങോട്ട് പോയില്ല. അതിനു മുമ്പേ തിരിച്ചു നോക്കിയപ്പോൾ ആളെ കാണാനില്ല. പുള്ളിക്ക് അന്നേരം മനസ്സിലായി ഇത് ഈശോ തന്നെയായിരുന്നു. പിന്നെ ഒരൊറ്റ കുഷ്ഠരോഗിയെ വിട്ടിട്ടില്ല. ചെന്ന് കുഷ്ഠരോഗിയുടെ ആ പഴുപ്പ് പോലും പുള്ളി എടുത്ത് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ കുഷ്ഠരോഗിയോട് താതാത്മ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിന്റെ 25 ദിവസം പച്ചവെള്ളം കുടിച്ച് ഈശോയോട്, ആ വലിയ മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കാൻ ഭാരതത്തിലെ ഒരു വലിയ ഹൈന്ദവ സഹോദരൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചപ്പോ കണ്ടതാണ്. ആ ഈശോയോട് 25 ദിവസം ഒന്നായി തീരുമാനമായിട്ട് എന്ത് ചെയ്തു? പട്ടിണി നിന്ന് പ്രാർത്ഥിക്കും. പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാ ഈശോയോട് ഐക്യപ്പെടുന്നത്. ഈശോയുടെ ജീവിതം സ്വന്തമാക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, മാർത്തായും മറിയും ഒരേ ഒരു സഹോദരൻ ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമായി. വല്ലപ്പോഴും ചായ കുടിക്കാൻ കയറുന്ന വീടാ. ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ. ആ മനുഷ്യൻ മരിച്ചെന്നറിഞ്ഞപ്പോ ഈശോ അങ്ങോട്ട് തിരിച്ചു പോയില്ല. അപ്പൊ പലർക്കും തോന്നി ഇവൻ രോഗിയായി കിടന്നപ്പോ വന്ന് സുഖപ്പെടുത്തരുതാനോ. ഈശോയ്ക്ക് ചില പ്ലാനും പദ്ധതിയുണ്ട്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. ഈശോ മരിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ സഹോദരൻ മരിക്കില്ല, നീ സുഖപ്പെടുത്തിയനെ. നീ വിശ്വസിച്ചാ മതി, ദൈവമഹത്വം ദർശിക്കും. മറിയോ ഇത് തന്നെയാ പറഞ്ഞു. മാർത്തായുടെ കർത്താവ് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാ? കർത്താവേ, ദുർഗന്ധമുണ്ടാവും, അങ്ങോട്ട് പോകരുത്. 4-ാം ദിവസം അടക്കിയിട്ട്, നമുക്കറിയാം 4 ദിവസം കഴിയുമ്പോ ഏതാണ്ട് മണം വരാൻ തുടങ്ങും. അതുകൊണ്ട് കല്ലറ പൊക്കണ്ടെന്നാ പറഞ്ഞത്. അവളുടെ വിശ്വാസം അത്രേ വളരെ. ഇവൾ പറയുന്നുണ്ട്, പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അന്നും ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു, ഇല്ലാന്ന് വിശ്വസിക്കുന്നവരും ഉണ്ടായിരുന്നു. ഏതായാലും ഇവൾ പറഞ്ഞു, നീ വിശ്വസിച്ച ദൈവമഹത്വം ദർശിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവിടുത്തെ ആ വലിയ കല്ലെടുത്ത് മാറ്റാൻ ഇതുപോലെ പുരുഷാരം കൂടിയിട്ടുണ്ട്. അവരോടാ പറഞ്ഞത്. ഈശോ പറഞ്ഞ കല്ല് മാറുമല്ലേ? ഈ കല്ല് മാറട്ടെ, ലാസർ പുറത്തു വരട്ടെ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി, പുറത്തു വരും. അത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ചവരെ ഉയർപ്പിച്ചവനുമായ ഈശോ പറയുക, നിങ്ങൾ അവന്റെ കല്ലെടുത്ത് മാറ്റാൻ. വീണ്ടും പറഞ്ഞ് അവന്റെ കെട്ടുകൾ അഴിക്കാൻ. ലാസർ പുറത്തു വന്ന ഉടനെ ലാസറിന്റെ മേലുള്ള കെട്ടുകൾ അഴിക്കാൻ. നമ്മുടെയൊക്കെ ഇടവകയില്, നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ഇതുപോലെ ദുർഗന്ധം വമിക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവ് ഇതിലൂടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതിന് ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന അല്പവഞ്ചകരാകാതെ അതനുവർത്തിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് വ്യക്തിപരമായി നമ്മോട് പറയുകയാണ്. ഈ സായൻസ് സന്ധ്യയിൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീർണിച്ച ദുർഗന്ധം വമിക്കുന്ന വലിയ പാപബന്ധനത്തിൽ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് നമ്മുടെയൊക്കെ ഇടവകയിലെ പരിസരങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ കുടുംബത്തിലുമുണ്ട് വ്യക്തികളെ, കുടുംബങ്ങളും. അവരുടെയൊക്കെ മേലെ ഇരിക്കുന്ന ഈ വലിയ ബന്ധനങ്ങൾ, കല്ലുകൾ എടുത്തു മാറ്റുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കടമയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പരിത്യാഗ പ്രവൃത്തി കൊണ്ടും ഉപവാസം കൊണ്ടും ചെറിയ ചെറിയ ശുശ്രൂഷകളിലൂടെ പറ്റുന്നിടത്തോളം, കർത്താവ് നമ്മെ അനുവദിക്കുന്നിടത്തോളം ഈ വ്യക്തികളെ ദൈവത്തിനു മുമ്പിൽ വിലയുള്ളവരാക്കി നിർത്തുവാൻ നമ്മെ ഏൽപ്പിക്കുകയാണ്. അതിലൂടെ സംസാരിക്കുക കർത്താവ്. അവന്റെ മേലുള്ള കെട്ടുകൾ അഴിക്കാൻ, അവൻ സ്വതന്ത്രനാക്കാൻ
ഇടവകയിൽ നമ്മുടെ കൂട്ടായ്മ ഹൈന്ദവരാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ കർത്താവ് കൂടെ ഉണ്ടാകും പ്രവർത്തിക്കാൻ. ധൈര്യമായിട്ട് ഇറങ്ങണം, പറയണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും ആദിമസഭയിലെ ക്രിസ്ത്യാനികളുടെ വാക്കും പ്രവൃത്തിയും സ്നേഹവും കൂട്ടായ്മയും കണ്ട് ആയിരക്കണക്കിന് മനുഷ്യൻ ഈ ഭാരതത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ ചേർക്കണമേ. നൈർമല്യത്തിന്റെ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. മാർപ്പാപ്പ അറിയട്ടെ എന്നല്ല, ആലഞ്ചേരി പിതാവ് അറിയട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞെന്നാ പറഞ്ഞത്? സകല മനുഷ്യരും അറിയണം. എന്നെയും നിങ്ങളെയും നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് സകല മനുഷ്യരും അറിയണം. നാലാമത്തെ ഹൃദയ പ്രാർത്ഥനയിൽ സഭയുടെ പ്രേക്ഷിത പ്രാർത്ഥനയാ. സഭയെന്ന് പറയുന്നത് നമ്മളാ. വൈദികൻ സ്വരം കൊടുത്ത് പ്രാർത്ഥിക്കുക, പിതാവായ ദൈവമേ എന്ന് വിളിച്ചിട്ട്. പിതാവായ ദൈവമേ എങ്ങനെ? കർത്താവായ ദൈവമേ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയെ അങ്ങ് അയച്ചുവെന്ന് ലോകത്തിൽ എല്ലാവരും അറിയട്ടെ. കർത്താവ് ദൈവമായ ഈശോ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശിഷ്യന്മാർ, രക്തസാക്ഷികൾ, വേദപാരകന്മാർ, മത്രാന്മാർ, വൈദികർ, ചെമ്മാച്ചന്മാർ, കന്യാസ്ത്രീകൾ എല്ലാം ഉണ്ട്. അൽമായ പ്രേക്ഷിതരെ ഇപ്പം പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരെയും ആരും തള്ളിക്കളയുന്നില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം എല്ലാവരും ദൈവത്തിന്റെ ജനമാണ്, പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവമക്കളാണ്. അവർ ചേർത്ത് വെച്ചിട്ട് പറയുക, കത്തോലിക്കാ സഭയുടെ മാമോദിസ വഴി കത്തോലിക്കാ സഭയുടെ അംഗങ്ങളായവർക്കെല്ലാം നിർമ്മല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് ഇത്രമാത്രം നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗമുണ്ടെന്ന്. ഇന്ന് സാധിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷം നമുക്ക് സാധിക്കും. മനസ്സ് വെച്ചാൽ കൽപ്പനക പാലിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വചനമാ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും മനസ്സ് വെച്ചാൽ. ഈ മാർഗമാണ് തോമായുടെ മാർഗം. അതുകൊണ്ട് മാർഗവാസികളെന്നാണ് നമ്മൾ ഒരിക്കൽ വിളിക്കപ്പെട്ടിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർഗവാസികൾ. തോമായുടെ മാർഗിച്ചരിച്ച സുറിയാനി ക്രിസ്ത്യാനികളെ വിളിക്കുന്ന പേരെന്താ? ഒരു പ്രത്യേക സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ ഒരു ജീവിതം അത് ആദിമ ക്രൈസ്തവരിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 400 വർഷമായി ചില കാരണങ്ങളാൽ ഒത്തിരി ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ പങ്കുവെച്ച കാരണം നമ്മൾ ഇത് കൂടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാറോസുസ പ്രാർത്ഥന ചെല്ലും. ആ റംസാ പ്രാർത്ഥന കൂട്ടായ്മയുടെ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ്. 5-6 കൊല്ലം പഠിക്കാനിടയായത് കൊണ്ടാണ് പറയുന്നത്. ഈ പ്രാർത്ഥന ചെല്ലുമ്പോ 1-2 വ്യക്തികളുടെ കുത്തകയല്ല, ഈ കൂട്ടായ്മയിലുള്ളവരെല്ലാം പുസ്തകമില്ലെങ്കിൽ അതിന്റെ പൈസ കൊടുത്തൊരു പുസ്തകം വാങ്ങണം. വാങ്ങിച്ചിട്ട് എല്ലാവരും മാറി ഒരൊറ്റ മനുഷ്യരും പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ പോകരുത്. ചിലര് കാഴ്ചക്കാരായി നിൽക്കും. അത്യാവശ്യം വന്നതുകൊണ്ട് ഞാൻ പറയുക, ഇത് ഞാൻ 2-3 വർഷമായി ഇത് കാണുന്നു. ചില വ്യക്തികൾ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, എല്ലാവർക്കുമുള്ള പ്രാർത്ഥന, എല്ലാവരും കൂടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയാണ്. ആ കൂട്ടായ്മയെ ഐക്യവും സ്നേഹവും വളർത്തിയെടുക്കാതെ ഒരു കാലത്തും ലോകത്തിലുള്ള മനുഷ്യര് കർത്താവിനെ അറിയയില്ല. ഞാൻ അതുകൊണ്ടാണ് അടിവരയിട്ട് വീണ്ടും പറയുന്നത്, ആദിമ ക്രൈസ്തവ സമൂഹം അവരപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാന, അപ്പോസ്തലന്മാര് പ്രസംഗിക്കുന്നത് കേട്ട് അത് മനസ്സിലാക്കി ഹൃദയം ജ്വലിച്ച് ബലിയർപ്പിക്കും. അപ്പം മുറിക്കൽ ശുശ്രൂഷയില്ല, അതിന് പ്രാർത്ഥിച്ചൊരുങ്ങും. ഇതൊക്കെയാ അപ്പോസ്തല പ്രവർത്തനം 2:42 വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അത് 4:32 പറയാം. അവരൊരു സ്നേഹത്തിന്റെ സമൂഹമായി. അവർക്ക് വിദ്വേഷം, വെറുപ്പും പകയുമില്ല. ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുന്ന സമൂഹം. ഈ ചൈതന്യത്തിലേക്കാണ് മക്കളെ നാം ഓരോരുത്തരും വളരേണ്ടത്. കർത്താവ് അത് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ. ഇന്ന് രാവിലെ എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. ഒരു പക്ഷേ നിങ്ങൾ ചിലർ കണ്ടു കാണും. ആഫ്രിക്കൻ നൈജീരിയയിൽ ഒരു കൊച്ചു പിറന്നു. ആ പിറന്ന കൊച്ചു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പിറന്നു വീണത്. പക്ഷെ ഡോക്ടർമാർ അത്ഭുതം തോന്നിയത് കൊണ്ട് ഇത് വിടുവിക്കാൻ പറ്റിയ ചെറിയ ഓപ്പറേഷൻ നടത്തിയത് വിടുവിച്ചപ്പോ യേശു വീണ്ടും വരുന്നു എന്ന് ഒരു കൈവെള്ളയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടുന്ന് വന്ന എനിക്കറിയില്ല, ആരോ അയച്ചതാണ്. യേശു വീണ്ടും വരുന്നു. ആ കുഞ്ഞ് അന്ന് തന്നെ മരിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിൽ പലയിടത്തും അത്ഭുതങ്ങളും അടയാളം വഴി ദൈവം സംസാരിക്കുന്നു. പരിശുദ്ധ അമ്മ പലയിടത്തും വരുന്നു. വിശുദ്ധ കുർബാന
ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ കൂട്ടായ്മയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിത കാത്തിരിക്കുക, കർത്താവ് വരാൻ പോകുന്നു എന്ന് എത്രയോ പേരാണ് പ്രസംഗിച്ച് നടക്കുന്നതെന്നറിയാമോ? അവിടുന്ന് വരും. വീണ്ടും കുരിശെടുത്ത് രക്ഷിക്കാൻ ഒരു കർത്താവിന് വരത്തില്ല. വിധിയാളനായിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ചെയ്ത നന്മതിന്മകൾക്ക് പ്രതിഫലം നൽകാൻ കർത്താവ് വീണ്ടും വരും. ഈ പ്രത്യാശയോടെ ഒരു കൂട്ടായ്മയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും പങ്കുവയ്ക്കലിന്റെയും ആദിമ സഭാ സമൂഹത്തിന്റെ ചൈതന്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ച് തമ്പുരാനെ നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്ത്രീഹന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് അവിടുന്ന് പിതാവേ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനം ശ്രമിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും അങ്ങയുടെ മുമ്പിൽ വിലപ്പെട്ടവരാകണം എന്ന് തന്നെയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്. അവരെല്ലാവരും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരണം. അവർക്ക് വേണ്ടി കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. ആരും നശിച്ചു പോകാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയുടെ ആഗ്രഹങ്ങളും ഈശോയുടെ വചനങ്ങളും ഈശോയുടെ പ്രവൃത്തികളും ചിന്തകളുമായിരിക്കും നമ്മ ഓരോരുത്തരെയും നയിക്കുന്നത്. വ്യക്തിപരമായ ചിന്തകൾ അത് മാറ്റിവെച്ചിട്ട് ഒന്നാം സ്ഥാനം എന്റെ കർത്താവിന് ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഈശോയെ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങനെ നയിക്കണമേ. അങ്ങനെക്ക് തന്നിരിക്കുന്ന എന്റെ കഴിവുകളെ, എന്റെ ബലഹീനതകളെ, എന്റെ കുറവുകളെ, എന്റെ പാപങ്ങളെ എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുന്നു. എന്റെ ജീവിത പങ്കാളിയെയും എന്റെ മക്കളെയും എന്റെ കൊച്ചു കുടുംബത്തെയും കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക് തന്ന് അനുഗ്രഹിക്കണമേ. പുത്തൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.